കഴിഞ്ഞ പ്രാവശ്യത്തെ ഹ്യൂമാക്സിൽ വന്ന സമയത്ത് മൈ എക്സ്പീരിയൻസ് വാസ് ലൈക്ക് ഡിഫറെൻറ്റ്, വെരി ഡിഫറെൻറ്റ്. ഒരുപാട് സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അബ്ബിയമ്മയും അവിടെ പ്രോഗ്രാമിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ അവിടെ കടന്നു വരുന്നത് ലൈക്ക് ആസ് എ സർപ്രൈസ് വിസിറ്റ്. അപ്പോൾ അവിടെ കയറി ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് എവ്രി വൺ വാസ് ക്രൈങ്. Everyone crying, including my Abba and Ummi. Why did you choose showcasing the humanity to the people? Can I have an answer for that? ആത്യന്തികമായിട്ട് ബിസിനസ്സുകൾ ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ചത് മനുഷ്യന്മാർക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്, സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാറ്റ്ഫോം. കച്ചവടം എന്ന് പറഞ്ഞാൽ മണി മേക്കിംഗ് അല്ല ശരിക്കും. അത് അൺഫോർച്ചുനേറ്റ്ലി ആരൊക്കെയോ അതിനകത്ത് കറപ്ഷൻസ് കൊണ്ടുവന്ന് ആ സിസ്റ്റം സ്പോയിൽഡ് ആയി പോയതാണ്. ദൈവികമായി നോക്കിയാൽ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്നത്തിനെയോ അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രയാസത്തിൻ്റെ പരിഹാരമാണ്. ആ പ്രശ്നവും അയാളുടെ പ്രയാസവും പരിഹരിക്കപ്പെടുമ്പോൾ അതിൻ്റെ സന്തോഷം അയാൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ പേര് ട്രാൻസ്ഫോർമേഷനാണ്, ട്രാൻസാക്ഷൻ അല്ല. കച്ചവടം ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം. അത് വെക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുണ്ടാകുന്ന ആത്മീയമായ ഒരു ബന്ധം, അതിൽ ഉണ്ടാകുന്ന ഒരു സൗഹൃദം, നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കച്ചവടം. ബിസിനസ്സിൻ്റെ ഒരു സിനോണിംസ് നോക്കിയാൽ വെഞ്ചർ എന്ന് പറയും. വെഞ്ചറിൻ്റെ അർത്ഥം റിസ്ക്കാണ്. അപ്പോൾ എന്ത് റിസ്ക് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ എടുക്കുന്ന റിസ്കിൻ്റെ പേരാണ് ബിസിനസ്. അപ്പോൾ അത് മണി റിസ്കിങ് അല്ല, ഇതൊരു റിവേഴ്സ് സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ കച്ചവടം വെറും സാമൂഹിക സേവനമാണോ എന്ന് ചോദിക്കുമ്പോൾ കച്ചവടം ചാരിറ്റി അല്ല. സാമൂഹ്യ പ്രവർത്തനത്തിന് അതിൻ്റേതായ ഒരു മോഡലുണ്ട്, സോഷ്യൽ സർവീസിന്. കച്ചവടത്തിന് കച്ചവടത്തിൻ്റെതായ മോഡലുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും മണി, നെയിം, ഫെയിം, സ്റ്റാറ്റസ്, എക്സ്പാൻഷൻ, പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ. ഇതൊക്കെ ബൈ പ്രോഡക്ട്സാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരു പേർപ്പസും ഇല്ലാതെ, അതായത് മനുഷ്യനെ ചേർത്ത് പിടിക്കാത്ത ഒരുപാട് കച്ചവടങ്ങൾ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കള്ള് കച്ചവടം. ഏത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നത്? കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന കച്ചവടം. ബാറ് കൊണ്ട് ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷനും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതും കച്ചവടമാണ്. അപ്പോൾ അവരുടെ പർപ്പസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പർപ്പസ് ജസ്റ്റ് മണി മേക്കിംഗ് എന്നാകുമ്പോൾ അവിടെ ആ ഇക്വേഷനിൽ മനുഷ്യൻ പോയി. മനുഷ്യനില്ലാത്തടത്ത് ദൈവം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ കള്ള് കച്ചവടം നടത്തരുത്, പലിശ ഇടപാട് നടത്തരുത്. അപ്പോൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന, ഇടങ്ങേറാക്കുന്ന പ്ലാറ്റ്ഫോം അല്ല കച്ചവടം. മനുഷ്യൻ്റെ ഇടങ്ങേറുകളെയും ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് കച്ചവടം. മനുഷ്യന്മാർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സാധ്യത ട്രെയിനിങ്ങിലൂടെ കൊണ്ടുവരണം. പൈസ ഉണ്ടാക്കാൻ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്, ബന്ധങ്ങൾ ഉണ്ടാക്കാനും കൂടെ പഠിപ്പിക്കണം. അതിലൂടെ പൈസ ഉണ്ടാവണം എന്നൊരാഗ്രഹമാണ് ഹ്യൂമാനിറ്റിയിൽ പറയുന്നത്.